യെസ് മക്കളെ, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ പാർട്ടാണ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിനു മുമ്പുള്ള നമ്മുടെ പാർട്ട് 1 വീഡിയോ കണ്ടതിന് ശേഷം മാത്രമായിരിക്കണം ഈ വീഡിയോ കാണേണ്ടത്. എന്നാലേ നിങ്ങൾക്ക് ഇതിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ. ആമുഖങ്ങളൊന്നും പറയുന്നില്ല, ആമുഖങ്ങളെല്ലാം നമ്മൾ ആദ്യത്തെ പാർട്ടിൽ പറഞ്ഞു തീർന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൻ്റെ ഏറ്റവും അവസാനത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള രണ്ട് കാര്യങ്ങൾ, ഒന്ന് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസും മറ്റൊന്ന് ഡിഫറൻസ് ബിറ്റ്വീൻ ഐഡിയൽ ആൻഡ് റിയൽ ഗ്യാസ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റുമാണ്. അത് രണ്ടും നമുക്ക് കോറിലേറ്റ് ചെയ്തിട്ട് സിമ്പിളായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. ആദ്യം അതിൽ പഠിപ്പിക്കുന്നത് കൈനറ്റിക് തിയറിയാണ്. ഹെഡിങ് എഴുതിക്കോ മക്കളെ, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ഇതേ സംഭവം നിങ്ങൾക്ക് ഫിസിക്സിൽ പഠിക്കാനുണ്ട്, എന്നാലും ഒരു വർക്കത്തിന് നമ്മൾ കെമിസ്ട്രിയിൽ ഇത് പറഞ്ഞതുകൊണ്ടൊന്ന് പരാമർശിച്ചു പോകുന്നു എന്ന് മാത്രം. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. കൈനറ്റിക് തിയറിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 3-4 മാർക്കിനൊക്കെ ചിലപ്പോൾ അതിൻ്റെ പോസ്റ്റുലേറ്റ്സ് മാത്രം ചോദിച്ചേക്കാം, അല്ലെങ്കിൽ അതിൽ നിന്ന് സ്പെസിഫിക് ആയിട്ട് അതിൽ നിന്നുള്ള വെലോസിറ്റിയുടെ ഇക്വേഷൻസ് ചോദിച്ചേക്കാം. എന്താണെങ്കിലും അതിൻ്റെ മാർക്ക് നമുക്കുള്ളതാണ്, അത് നമ്മൾ അങ്ങോട്ട് എടുക്കും. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടാൽ ഞാൻ ഇനി പറയുന്ന 5 പോസ്റ്റുലേറ്റ്സ് നിങ്ങളുടെ ആൻസർ പേപ്പറിൽ ഉണ്ടായിരിക്കൽ നിർബന്ധമാണ്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ടെക്സ്റ്റിൽ ഒരുപാട് പോയിന്റുകളിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നമ്മളൊരു 5 പോയിന്റുകളാക്കിയിട്ട് മാറ്റുകയാണ്. ഇതിൻ്റെ ഒരു ആകത്തുക നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടോ മനസ്സിലായിട്ടില്ലേ എന്നതാണല്ലോ. അത് മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾ ഇതിൽ എക്സ്പേർട്ടാണ് എന്നുള്ളത് ഈ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ ആൻസർ പേപ്പർ നോക്കുന്ന ആൾ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചേക്കും. അപ്പോൾ അവർക്ക് അതിൻ്റെ മാർക്ക് ഇടാൻ പറ്റും. 1, 2, 3, 4, 5 പോയിന്റ് എഴുതി വെച്ചോട്ടോ. 5 പോയിന്റുകളാണ്. അപ്പോൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന ഹെഡിങ് എഴുതിയിട്ട് ഫസ്റ്റ് പോയിന്റ് എഴുതിക്കോ മക്കളെ. ഫസ്റ്റ് പോയിന്റ്, വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ആർ. എഴുതൂ, വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ആർ. വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ആർ. വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ആർ നെഗ്ലിജിബിൾ. വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ആർ നെഗ്ലിജിബിൾ. എന്താ മക്കളെ നെഗ്ലിജിബിൾ എന്ന് പറഞ്ഞാൽ? നെഗ്ലിജിബിൾ എന്ന് പറഞ്ഞാൽ, നെഗ്ലിജിബിൾ ആയോ ദേപ്പോ? നെഗ്ലിജിബിൾ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ മാത്രം ചെറുതാണ് എന്നാണ് അതിനർത്ഥം. ഒഴിവാക്കാൻ മാത്രം ചെറുതാണ്. എപ്പോ? വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ആർ നെഗ്ലിജിബിൾ കമ്പയറിംഗ് ടു വോളിയം ഓഫ് ദി, എഴുതൂ, കമ്പയറിംഗ് ടു വോളിയം ഓഫ് ദി കണ്ടെയ്നർ. കമ്പയറിംഗ് ടു വോളിയം ഓഫ് ദി കണ്ടെയ്നർ. കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഗ്യാസ് എടുത്തിരിക്കുന്ന പാത്രം, ആ പാത്രത്തിൻ്റെ വോളിയമായിട്ട് വെച്ച് നോക്കുമ്പോൾ അതിലുള്ള ഗ്യാസിൻ്റെ വോളിയം ഒഴിവാക്കാൻ മാത്രം ചെറുതാണ്. കാണുന്നുണ്ടല്ലോ, നിങ്ങൾ കാണാൻ പാടില്ല, അത്രയും ചെറുതാണല്ലോ, പിന്നെ എങ്ങനെയാണ് കാണുക? അതിൻ്റെ ഉള്ളിൽ ഗ്യാസൊക്കെ ഉണ്ട്, പക്ഷെ അതിൻ്റെ വോളിയം നെഗ്ലിജിബിൾ ആണ്, ഒഴിവാക്കാൻ മാത്രം ചെറുതാണ്. അത്രയേ ഉള്ളൂ. അതൊക്കെ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്ന ചെറിയ വിഷയങ്ങളാണ്, ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് അതാണ്. എന്ത്? ഒഴിവാക്കാൻ മാത്രം ചെറുതാണ്. എന്ത്? ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വോളിയം. അല്ലേ, 1,00,000 രൂപക്ക് ഞാൻ എന്തെങ്കിലും ഒരു സാധനം വാങ്ങി, അപ്പോൾ അതിൻ്റെ ബില്ല് വന്നപ്പോൾ 1,01,000 ആണെന്ന് വിചാരിക്കും. 1,01,000 1,01,000 എന്നുള്ളതിൽ നമ്മൾ 1,00,000 അല്ലേ കൊടുക്കുള്ളൂ. ആ 1ന് പിന്നെ വിലയില്ല എന്നുള്ളത് നമ്മൾ എന്താണല്ലോ, നമ്മൾ അണ്ടർസ്റ്റുഡ് ആണല്ലോ. ആ 1 തരണ്ടാന്ന് കടക്കാരൻ അങ്ങോട്ട് പറയൂല, ആ 1 തരുന്നില്ല കേട്ടോ എന്ന് നമ്മളും പറയില്ല. കാര്യം എന്താ? അതൊക്കെ നമുക്ക് അറിയാം. 1,00,000 വെച്ച് നോക്കുമ്പോൾ ആ 1 രൂപ എന്നുള്ളതൊക്കെ ഒഴിവാക്കാൻ മാത്രം ചെറുതാണ്. അത് പിന്നെ നമുക്കിടയിൽ ചർച്ച തന്നെ ഇല്ല. ഞാൻ 1 രൂപ ചെറുതാണ് നല്ലല്ലോ പറഞ്ഞേ, 1,00,000 വെച്ച് നോക്കുമ്പോൾ 1 രൂപ ചെറുതാണെന്നല്ലേ പറഞ്ഞേ? അല്ലേ, നിങ്ങൾ ആകെ കടയിൽ പോയിട്ട് ആകെ 1 രൂപക്കേ സാധനം വാങ്ങിയിട്ടുള്ളൂ, എന്നിട്ട് മൂസിൻ സാറ് പറഞ്ഞാണ് 1 രൂപ ചെറുതാണെന്ന് പറഞ്ഞ് പൈസ കൊടുക്കാതെ തിരിച്ചു വരാൻ പറ്റുമോ? പറ്റൂല. അതെപ്പോഴാണ് ചെറുതാവുക? അതിനേക്കാളും വലിയൊരു സംഖ്യയുമായിട്ട് വെച്ച് നോക്കുമ്പോഴാണ്. ഗ്യാസ് മോളിക്യൂൾസ് ചെറുതാണെന്ന് നിങ്ങൾ എപ്പോഴാണ് പറയണേ? കണ്ടെയ്നറിന്റെ വോളിയവുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോഴാണ്. മനസ്സിലായല്ലോ? കമ്പയറിംഗ് ടു വോളിയം ഓഫ് ദി കണ്ടെയ്നർ. സെക്കൻഡ് വൺ, ദർ ഇസ് നോ ഇന്റർമോളിക്കുലർ ഫോഴ്സ്. ദർ ഇസ് നോ ഇന്റർമോളിക്കുലർ ഫോഴ്സ്. എഴുതൂ, there is no intermolecular force between gas molecules. between gas molecules. 2 ഗ്യാസ് മോളിക്യൂളുകൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ കൈനറ്റിക് തിയറി പ്രകാരം അവർക്കിടയിൽ പ്രത്യേകിച്ച് വിചാരങ്ങളൊന്നുമില്ല. അവർ തമ്മിലൊരു അടുപ്പോ അവർ തമ്മിലൊരു വെറുപ്പോ അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ഇല്ല എന്നതാണ് കൈനറ്റിക് തിയറി. ഈ പറയുന്നതൊക്കെ ഐഡിയൽ ഗ്യാസിനെ കുറിച്ചാണ് കേട്ടോ, ഐഡിയൽ ഗ്യാസിനെ കുറിച്ചാണ്. റിയൽ ഗ്യാസിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഇതിലൊക്കെ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ഇതൊരു ഐഡിയൽ സിസ്റ്റമാണ്, ഐഡിയൽ കണ്ടീഷനാണ്.
ഇതൊക്കെ നമ്മുടെ ഒരു തിയറിയാണ്. ഇങ്ങനെയൊക്കെ ആയിരിക്കണം നല്ല ഒരു ഗ്യാസ് എന്നത് നമ്മുടെ ഒരു തിയറിയാണ് അല്ലേ. ഒരു നല്ല സ്റ്റുഡൻറ്റ് എങ്ങനെ ആയിരിക്കണം എന്ന് ചോദിച്ചാൽ നമുക്ക് അതിനൊരു ഉത്തരം ഉണ്ടാകും. നന്നായി പഠിക്കണം, എല്ലാ ദിവസവും വായിക്കണം, എല്ലാ ദിവസവും റിവൈസ് ചെയ്യണം, പഠിച്ചതെല്ലാം ഓർമ്മയിൽ വേണം, അതൊക്കെ നന്നായി എഴുതി പിടിപ്പിക്കാൻ പറ്റണം, കൂടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും പങ്കെടുക്കണം. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ശരിയല്ലേ? ഒരു നല്ല സ്റ്റുഡൻറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒരാൾ ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. അതേപോലെയാണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ഒരു നല്ല ഗ്യാസ് ഇങ്ങനെയൊക്കെ ആവണം എന്നാണ് അതിനർത്ഥം, അല്ലാതെ എല്ലാ ഗ്യാസും ഇങ്ങനെയാണ് എന്നല്ല എന്ന്. അത് ഞാൻ അതിലേക്ക് പിന്നീട് വരാം. രണ്ടാമത്തത്, ദർ ഈസ് നോ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഇൻ ബിറ്റ്വീൻ ടു ഗ്യാസ് മോളിക്യൂൾസ്. എഴുതിയല്ലോ. മൂന്നാമത്തെ ഒരു പോയിന്റ് എഴുതിക്കോളൂ. ഗ്യാസ് മോളിക്യൂൾസ് ആർ ഇൻ ഞാൻ ഈ എഴുതുന്ന വാക്ക് ശ്രദ്ധിച്ചെഴുതിക്കോളൂ. കോൺസ്റ്റന്റ് റാൻഡം സ്ട്രെയിറ്റ് ലൈൻ മോഷൻ. ഞാനൊരു മടിയനായതുകൊണ്ടും വരുന്ന എക്സാം എനിക്കല്ലാത്തത് കൊണ്ടും ഞാനിങ്ങനെ ഷോർട്ടാക്കിയിട്ടൊക്കെ എഴുതും. നിങ്ങൾ മടിയന്മാരാവാൻ പാടില്ലാത്തത് കൊണ്ടും നിങ്ങൾക്ക് എക്സാം ഉള്ളതുകൊണ്ടും നീട്ടി വലിച്ച് എഴുതിക്കോ. എന്താണ്? ഗ്യാസ് മോളിക്യൂൾസ് ആർ ഇൻ കോൺസ്റ്റന്റ് റാൻഡം സ്ട്രെയിറ്റ് ലൈൻ മോഷൻ. കോൺസ്റ്റന്റ് റാൻഡം സ്ട്രെയിറ്റ് ലൈൻ മോഷൻ. എല്ലാ ഗ്യാസ് മോളിക്യൂൾസും, ഇതാ ഇപ്പോൾ ഒരു ഗ്യാസ് മോളിക്യൂൾ ഇവിടെ ഉണ്ട്. ഇയാൾ ഇങ്ങനെ വളഞ്ഞൊന്നും പോകില്ല. എങ്ങനെയാണ് പോവാന്ന് അറിയോ? ഇങ്ങനെ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് അവർ മൂവിങ്ങിലാണ്. സദാസമയം അവരിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ഇങ്ങനെ മൂവ് ചെയ്യാം, സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ വേറൊരു ഗ്യാസ് മോളിക്യൂൾ ഇങ്ങനെ മൂവ് ചെയ്യാം, സ്ട്രെയിറ്റ് ലൈൻ. കണ്ടോ? എങ്ങട്ടാ ഡയറക്ഷൻ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു മൂവിങ്ങിലാണ്, സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും. എപ്പോ? ഏതുവരെ? എവിടെയെങ്കിലും പോയി ഇടിക്കണ വരെ. അങ്ങനെയല്ല നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുക. ഒരു ഗ്യാസ് മോളിക്യൂൾ, ഒരു ഗ്യാസ് മോളിക്യൂളാണ്, അവരിങ്ങനെ ഇങ്ങനെ പോയി ഇവിടെ ഇടിക്കുന്നു. ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ഡയറക്ഷൻ മാറി, വേറെ അപ്പോഴും ഡയറക്ഷൻ മാറുന്നത് ഒരു കൊളീഷന് ശേഷമായിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, കൊളൈഡ് ചെയ്തു, പിന്നെ ഡയറക്ഷൻ മാറി, പിന്നെ അവിടെ ഒരാളെ കൂട്ടിമുട്ടി, അപ്പോൾ ഇങ്ങോട്ട് വന്നു. എങ്ങനെ വന്നാലും അതിൻ്റെ മോഷൻ, ആ ഒരു മോഷൻ എന്തായിരിക്കും? ഇൻ ബിറ്റ്വീൻ ടു കൊളീഷൻസ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. മാത്രമല്ല കോൺസ്റ്റന്റ് ആയിരിക്കും. അനങ്ങാതിരിക്കുന്ന ഒരവസ്ഥ അവർക്കില്ല. മനസ്സിലായല്ലോ? അതുപോലെ റാൻഡമാണ്. എങ്ങോട്ടാണെന്നൊന്നുമില്ല. വലത്തോട്ട് പോകുന്ന ഗ്യാസുകൾ, ഇടത്തോട്ട് പോകുന്ന ഗ്യാസുകൾ, മുകളിലോട്ട് പോകുന്ന ഗ്യാസുകൾ, അങ്ങനെ ഒന്നുമില്ല. എവിടേക്കും പോവാം. മനസ്സിലായല്ലോ? മൂന്നാമത്തെ ഒരു പോയിന്റ് എന്താണ്? ഗ്യാസ് മോളിക്യൂൾസ് ആർ ഇൻ കോൺസ്റ്റന്റ് റാൻഡം സ്ട്രെയിറ്റ് ലൈൻ മോഷൻ. നാലാമത്തത് നമ്മൾ പറയുന്നത് അവരുടെ കൊളീഷനെ കുറിച്ചാണ്. അതായത് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കൂട്ടിമുട്ടലുകൾ സംഭവിക്കും. ആരൊക്കെ തമ്മിൽ കൂട്ടിമുട്ടാം? ഒന്നിരിക്കൽ രണ്ട് ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ കൂട്ടിമുട്ടാം, അല്ലെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസ് വിത്ത് ദി വാൾ ഓഫ് കണ്ടെയ്നർ. അല്ലേ? ഈ ഒരു ഗ്യാസ് മോളിക്യൂൾ ഇങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോൾ അവിടെ കണ്ടെയ്നറിന്റെ വാൾ ഉണ്ടല്ലോ, അവിടെ കൂട്ടിമുട്ടാം. അങ്ങനെ ഒരു കൂട്ടിമുട്ടലിന് ശേഷമായിരിക്കും അവരുടെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നത്? ചേഞ്ച് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് ഇനി നമ്മൾ എഴുതുന്നത്. എഴുതിക്കോ. ദേ കൊളൈഡ് ഈച്ച് അതർ. അവരങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടാം. ദേ കൊളൈഡ് ഈച്ച് അതർ ഓർ collide with the wall of container or collide with the wall of container. കണ്ടെയ്നറിന്റെ വാളുമായിട്ട്, കണ്ടെയ്നറിന്റെ ആ ചുവരുമായിട്ടും അവർ കൂട്ടിമുട്ടാം. രണ്ട് ടൈപ്പ് കൊളീഷൻ ആണുള്ളത്. ദേ ക്യാൻ കൊളൈഡ് ഈച്ച് അതർ. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഗ്യാസ് മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യാം. അല്ലെങ്കിൽ പറ മക്കളെ, എന്താണ്? ഗ്യാസ് മോളിക്യൂൾസ് ഒരു വാളുമായിട്ട്, കണ്ടെയ്നറിന്റെ വാളുമായിട്ട് കൂട്ടിമുട്ടാം. അവിടെ ഒരു കാര്യം കൂടി നമുക്ക് എഴുതാനുണ്ട്. ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് എഴുതിക്കോളൂ. ദീസ് കൊളീഷൻസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. എഴുതൂ. ദീസ് കൊളീഷൻസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ഈ കൊളീഷൻസ് എല്ലാം പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. ഇലാസ്റ്റിക് കൊളീഷൻ, ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്നൊക്കെ നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? എനർജി കൺസേർവ്ഡ്, മൊമെൻറ്റം കൺസേർവ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നാലും എൻ്റേതായ ഒരു ഭാഷയിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ട് ക്രിക്കറ്റ് ബോളുകൾ, ഇവിടെ ഒരു ക്രിക്കറ്റ് ബോൾ, ഇതൊരു 5 മീറ്റർ പെർ സെക്കൻഡിലും ഇതൊരു 8 മീറ്റർ പെർ സെക്കൻഡിലും ഇങ്ങനെ വരികയാണെന്ന് വിചാരിച്ചോ. അവർ തമ്മിൽ കൂട്ടിമുട്ടി കഴിഞ്ഞാൽ ഇവർ തിരിച്ചു പോകും അല്ലേ? കൂട്ടിമുട്ടി കഴിഞ്ഞാൽ നേരെ ബൗൺസ് ചെയ്യുമല്ലോ. ആ ബൗൺസ് ചെയ്യുന്നതിന് ഇയാളുടെ വെലോസിറ്റി ഇയാൾക്കും, ഇയാളുടെ വെലോസിറ്റി ഇയാൾക്കും കിട്ടി. തിരിച്ച് പെർഫെക്റ്റ് ആയിട്ട് എവിടെ നിന്നാണോ വന്നത് അത്രയും ദൂരത്തേക്ക് തിരിച്ചു പോകാൻ പറ്റുമോ? അതൊന്നുമില്ല. ഒരു കൊളീഷൻസ് സമയത്ത് സം എമൗണ്ട് ഓഫ് എനർജി അവിടെ എനർജി ലോസ് സംഭവിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ, പല ഫോമിലേക്കായിട്ട് എനർജി അവിടെ മാറുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്നാണ് വിളിക്കുക. നമ്മൾ നോർമലി കാണുന്ന കൊളീഷൻസ് എല്ലാം ഇൻഇലാസ്റ്റിക് ആണ്. പക്ഷെ ഒരു ഗ്യാസിന്റെ കേസിൽ അത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങോട്ടും കൂട്ടിമുട്ടി കഴിഞ്ഞാൽ അവരുടെ വെലോസിറ്റി എന്ത് ചെയ്യും? നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തിട്ട് നേരെ ഈ 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് ഇയാൾക്ക്, 8 മീറ്റർ പെർ സെക്കൻഡ് എന്ന് ഇയാൾക്കും കറക്റ്റായിട്ട് എന്ത് ചെയ്യും?
തിരിച്ചത് ഗെയിൻ ചെയ്യാൻ പറ്റും, ഗെയിൻ ചെയ്യാൻ പറ്റും എന്നതാണ് ഇലാസ്റ്റിക് കൊളീഷൻ. ഇലാസ്റ്റിക് കൊളീഷൻ പഠിപ്പിക്കുന്ന സമയത്ത് ഫിസിക്സിൻ്റെ അധ്യാപകർ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാകും. പെർഫെക്റ്റ് ആയിട്ടുള്ള ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത് ലോകത്തില്ല. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഇതൊരു കൺസെപ്റ്റാണ്. കൺസെപ്റ്റ് പ്രകാരം നമുക്ക് അങ്ങോട്ട് പഠിച്ചു വെക്കാം. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ് ഗ്യാസ് മോളിക്യൂൾസ് തമ്മിലുള്ള കൊളീഷൻ എന്നതാണ് 4th പോയിന്റ്. 5th പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5th പോയിന്റ് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ചോദിക്കാം. വെലോസിറ്റീസ് ദർ ആർ 3 types of velocity. അവിടെ 3 ടൈപ്പ് വെലോസിറ്റി ഉണ്ട്. 3 ടൈപ്പ് ഉണ്ട് എന്നല്ല അതിനർത്ഥം. ഇവരുടെ വെലോസിറ്റി ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ ഇതിലിപ്പോൾ ഒരു 10,000 കണക്കിന് ഗ്യാസ് മോളിക്യൂൾ ഉണ്ടാവും. ആ 10,000 കണക്കിന് ഗ്യാസ് മോളിക്യൂൾസിൻ്റെയും വെലോസിറ്റി ഡിഫറൻ്റ് ആയിരിക്കും. പലർക്കും പല വെലോസിറ്റി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇയാളുടെ വെലോസിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ കോമൺ ആയിട്ട് നമ്മൾ പറയണമല്ലോ. ഓരോരുത്തരുടേത് പറയാൻ പറ്റില്ലല്ലോ. എല്ലാവരുടേതും കൂട്ടിയിട്ടാണല്ലോ നമ്മൾ പറയുക. അപ്പോൾ അതിന് പറയാൻ നമുക്ക് 3 മെത്തേഡ് ഉണ്ട്. അതാണ് 3 types of velocity എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. ദർ ആർ 3 types of velocity. 3 ടൈപ്പ് വെലോസിറ്റി ഉണ്ട്. ഒന്നാമത്തെ വെലോസിറ്റി ആണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, RMS വെലോസിറ്റി. ഒന്നാമത്തെ വെലോസിറ്റി എന്താ മക്കളെ? VRMS. രണ്ടാമത്തതാണ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. മൂന്നാമത്തതാണ് ആവറേജ് വെലോസിറ്റി. 3 ടൈപ്പ് വെലോസിറ്റിയാണ്. ഏതൊക്കെയാണ്? ഒന്ന് മോസ്റ്റ് പ്രോബബിൾ, മറ്റൊന്ന് ആവറേജ്, മറ്റൊന്ന് VRMS. എഴുതിയല്ലോ മക്കളെ? എന്തൊക്കെയാണ് 3 ടൈപ്പ് വെലോസിറ്റി? VRMS, മോസ്റ്റ് പ്രോബബിൾ, ആവറേജ്. ഇതിന്റെ ഇക്വേഷൻ ഒന്ന് കാണാതെ പഠിച്ചു വെച്ചേക്കിട്ടോ മക്കളെ. റൂട്ട് ഓഫ് കണ്ടോളനെ 3RT/m കേട്ടോളനെ. റൂട്ട് ഓഫ് 3RT/m. ഇതിൽ ഈ റൂട്ടും സ്ക്വയർ റൂട്ടും ആറും ടിയും എമ്മും ഒക്കെ എല്ലായിടത്തും ഉണ്ടാവും. പിന്നെ ഈ കോൺസ്റ്റന്റേ മാറുള്ളൂ. ഈ 3 എന്നുള്ളത് മാറും. അടുത്തിയിൽ എത്രയാവും എന്നറിയോ? കണ്ടോട്ടോ, റൂട്ട് 2RT/m ആവും. കണ്ടോ, 2RT/m. 3 ഉള്ളത് 2 ആയി. അടുത്തിൽ ഒന്നുകൂടെ മാറും. കണ്ടോട്ടോ, റൂട്ട് ഈ RT/m എല്ലായിടത്തും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. RT/m എല്ലായിടത്തും ഉണ്ട്. ഇവിടെ വന്ന കോൺസ്റ്റന്റ് 8/π ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളണേ. 8/π. ഇവിടെ 3, ഇവിടെ 2, ഇവിടെ 8/π. ഇതിനൊക്കെ ഒരു വാല്യൂ ഉണ്ടാകും. കാര്യം RT/m എന്നത് എല്ലായിടത്തും കോൺസ്റ്റന്റ് ആണല്ലോ. RT/m എന്നത് എല്ലായിടത്തും ഒരുപോലെയാണ്. അപ്പോൾ ഈ റൂട്ട് 3 ആണ് ഇവിടുത്തെ കോൺസ്റ്റന്റ്, റൂട്ട് 2 ആണ് ഇവിടുത്തെ കോൺസ്റ്റന്റ്, റൂട്ട് 8/π ആണ് ഇവിടുത്തെ കോൺസ്റ്റന്റ്. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ ആരാണ് വലുത് എന്ന് പറയാൻ പറ്റും. ഏറ്റവും വലുത് എന്തായാലും VRMS ആയിരിക്കും. പിന്നെ വരുന്നത് അവസാനത്തെ ആളാണ്. ആരാണ്? VAVERAGE ആണ്. VAVERAGE. അത് കഴിഞ്ഞിട്ടാണ് ആര് വരിക? മോസ്റ്റ് പ്രോബബിൾ വരിക. അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാം? അതിൻ്റെ വാല്യൂ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ഇത് 3, ഇത് 2, ഇത് 8/π. 8/π എന്ന് പറഞ്ഞാൽ എത്രയാടാ? 8/π. പൈയുടെ വാല്യൂ നിങ്ങൾക്കറിയാലോ. 8/π എന്ന് പറഞ്ഞാൽ അതൊരു 2 പോയിന്റ് സംതിങ് ആയിരിക്കുമല്ലോ. കാര്യം പൈയുടെ വാല്യൂ 3.14 ആകുമ്പോൾ നിങ്ങൾക്കത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2.5 സംതിങ് വരും. അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് 3 ആണ്, ഇത് 2 ആണ്, ഇത് 2.5 ആണ്. അപ്പോൾ അതിൻ്റെ ഒരു വാല്യൂ വരുന്നത്, ഈ ആവറേജിൻ്റെ വാല്യൂ വരുന്നത് ഇൻ ബിറ്റ്വീൻ RMS ആൻഡ് മോസ്റ്റ് പ്രോബബിൾ ആയിരിക്കും. ഇതാണ് അതിൻ്റെ ഒരു ഓർഡർ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തായി? കുറഞ്ഞ സമയം കൊണ്ട് കൈനറ്റിക് തിയറിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 5 പോയിന്റുകൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. നന്നായി പഠിക്കുക. ഇത് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങളുടെ ഭാഗ്യമാണ്. നിങ്ങൾക്കത് ക്വസ്റ്റ്യൻ പേപ്പർ, ആൻസർ പേപ്പറിൽ ഭംഗിയായിട്ട് എഴുതി വെക്കാൻ പറ്റട്ടെ. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഐഡിയൽ ഗ്യാസും റിയൽ ഗ്യാസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ബോർഡ് ഒന്ന് മായ്ക്കുന്നുണ്ട്. അപ്പോൾ മക്കളെ, നമ്മൾ ഇനി പഠിക്കുന്നത് ഐഡിയൽ ഗ്യാസും റിയൽ ഗ്യാസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നിങ്ങൾ ഹെഡിങ് എഴുതേണ്ടത് അതാണ്. ഐഡിയൽ ആൻഡ് റിയൽ ഗ്യാസസ്. ഐഡിയൽ ആൻഡ് റിയൽ ഗ്യാസസ്. പെട്ടെന്ന് എഴുതിക്കോട്ടെ. ഐഡിയൽ ആൻഡ് റിയൽ ഗ്യാസസ്. സിമ്പിളാണ്. ഐഡിയൽ ആൻഡ് റിയൽ ഗ്യാസസ്. മക്കളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. PV = nRT. ഇതല്ലേ? ഇതൊരു ഐഡിയൽ ആയിട്ടുള്ള ഗ്യാസിൻ്റെ ഇക്വേഷനാണ്. എന്ന് പറഞ്ഞാൽ അതൊരു ഐഡിയൽ ഗ്യാസ് എന്നതൊരു കൺസെപ്റ്റ് മാത്രമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. വിച്ച് മീൻസ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഗ്യാസ് ഉണ്ട് അല്ലേ? ഓക്സിജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഹീലിയം ഉണ്ട്, ഒരുപാട് ഗ്യാസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നോ കേരളത്തിൽ നിന്നൊന്നും വിചാരിക്കല്ലേ. ലോകത്ത് ഒരുപാട് ഗ്യാസുകളുണ്ട്. ആ ഗ്യാസുകളുടെ ഒക്കെ പ്രഷറും വോളിയവും നമ്പർ ഓഫ് മോളും ടെമ്പറേച്ചറും ഒക്കെ നമുക്ക് അളക്കാൻ പറ്റുമല്ലോ. R പിന്നെ കോൺസ്റ്റന്റ് ആണല്ലോ, നമുക്ക് അതിൻ്റെ വാല്യൂ അറിയാമല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രഷറിൻ്റെയും വോളിയത്തിൻ്റെയും വാല്യൂ, Nൻ്റെയും Rൻ്റെയും TD ഒക്കെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് അതങ്ങോട്ട് കറക്റ്റ് ആവില്ല. ചെറിയ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന ഗ്യാസുകൾ ഓക്സിജനും ഹൈഡ്രജനും ഒക്കെ ഉണ്ടല്ലോ, അവരുടെ കേസിലേക്ക് നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങോട്ട് കറക്റ്റ് ആവില്ല. അതൊരു പക്കയാവില്ല. കറക്റ്റ് ഇങ്ങോട്ട് ആൻസർ കിട്ടില്ല. ചെറിയൊരു പ്രശ്നം വരും. അതുകൊണ്ടാണ് നമ്മൾ അവരെ ഐഡിയൽ ഗ്യാസ് എന്ന് പേര് പറയാതെ റിയൽ ഗ്യാസ് എന്ന് പേര് പറഞ്ഞത്. അപ്പോൾ റിയൽ ഗ്യാസ് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളണേ, നാട്ടിലുള്ള എല്ലാ ഗ്യാസും റിയൽ ഗ്യാസ് ആണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഗ്യാസും റിയൽ ഗ്യാസ് ആണ്. ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റ് മാത്രമാണ്.
ആ കൈനറ്റിക് തിയറി പ്രകാരം ഞാൻ കുറേ പോസ്റ്റുലേറ്റ്സ് പറഞ്ഞില്ലേ, അതെല്ലാം ഒബേ ചെയ്യുന്ന ആളുണ്ടെങ്കിൽ അയാളെ ഐഡിയൽ ഗ്യാസ് എന്ന് പേര് പറയാം. ആ ഐഡിയൽ ഗ്യാസ് ഉണ്ടായാൽ അവരിലുള്ള ഇക്വേഷനാണ് PV=nRT. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ഒരു ഗ്യാസിനും ഈ ഇക്വേഷൻ എന്തല്ല, അപ്ലിക്കബിൾ അല്ല. നമ്മൾ ചെയ്തു നോക്കിയ വാല്യൂവിൽ ചെറിയ പ്രോബ്ലം വരും. അപ്പോൾ നമുക്ക് മനസ്സിലായി റിയൽ ഗ്യാസിന് ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് എന്തൊക്കെയോ വ്യത്യാസങ്ങളുണ്ട്. എന്തൊക്കെയാണ് റിയൽ ഗ്യാസിനുള്ള വ്യത്യാസങ്ങൾ, എന്തുകൊണ്ടാണ് റിയൽ ഗ്യാസിന് ആ വ്യത്യാസം വരാനുള്ള കാരണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും ചോദിക്കും, നമ്മൾ അത് എഴുതുകയും ചെയ്യും. അപ്പൊ ആദ്യം തന്നെ സബ് ഹെഡിങ് എഴുതിക്കോളൂ. റീസൺ ഫോർ ഡീവിയേഷൻ ഓഫ് റിയൽ ഗ്യാസസ്. റീസൺ ഫോർ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ വഴിമാറി സഞ്ചരിക്കലാണല്ലോ. ഡീവിയേഷൻ ഓഫ് റിയൽ ഗ്യാസസ് ഫ്രം ഐഡിയൽ ബിഹേവിയർ. ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് റിയൽ ഗ്യാസ് മാറാനുള്ള കാരണം 1, 2. ഈ 2 കാരണം അങ്ങോട്ട് വൃത്തിക്ക് എഴുതി വെച്ചാൽ ആ ഫുൾ മാർക്ക് വീഴും. നോക്കിയിരുന്നു കേട്ടോ. ഒന്നാമത്തെ കാരണം മക്കളെ ഇവിടെ നോക്കിക്കേ. ഐഡിയൽ ഗ്യാസിന്റെ ഒരു ബിഹേവിയർ ആയിട്ട് കൈനറ്റിക് തിയറിയിൽ ഞാൻ എന്താ പറഞ്ഞേ, വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ആർ നെഗ്ലിജിബിൾ എന്നല്ലേ പറഞ്ഞേ അല്ലേ? ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം ഒഴിവാക്കാൻ മാത്രം ചെറുതാണ് എന്നല്ലേ ഞാൻ അവിടെ പറഞ്ഞു നിർത്തിയേ. എന്നാൽ റിയൽ ഗ്യാസിലേക്ക് വരുമ്പോൾ കേട്ടോളണേ, അതായത് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ഗ്യാസ് ഒക്കെ ഉണ്ടല്ലോ, അവരെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പറയുക, വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ആർ നോട്ട് മച്ച് നെഗ്ലിജിബിൾ. നമ്മൾ ആ പറഞ്ഞ അത്ര അങ്ങോട്ട് ഒഴിവാക്കാൻ മാത്രം ചെറുതൊന്നും അല്ല, കുറച്ച് വല്ലാതെ ഉണ്ട് എന്നല്ല, ചെറിയ ഒരു പരിഗണന നമ്മൾ എന്തിനു കൊടുക്കേണ്ടതുണ്ട്, ആ വോളിയത്തിന് കൊടുക്കേണ്ടതുണ്ട്. പറ്റങ്ങോട്ട് ഒഴിവാക്കാൻ മാത്രം ചെറുതാണെന്നാണ് പറഞ്ഞ് ഒഴിവാക്കാൻ പാടില്ല, കുറച്ചൊരു പരിഗണന അതിന് കൊടുക്കേണ്ടതുണ്ട്. അത്രക്ക് ഒരു ചെറിയ വാല്യൂ അതിനുണ്ട് എന്നതാണ് ഇതിൽ ഒന്നാമത്തെ കാരണം. എന്താണ് പറ? വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ആർ നോട്ട് മച്ച് നെഗ്ലിജിബിൾ. നേരത്തെ എന്താ നമ്മൾ പറഞ്ഞേ? വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ആർ നെഗ്ലിജിബിൾ എന്നാ പറഞ്ഞേ ഐഡിയൽ ഗ്യാസിൽ. അതെന്താ പേര് പറഞ്ഞേ? കൈനറ്റിക് തിയറി എന്നാ പേര് പറഞ്ഞേ. ആ കൈനറ്റിക് തിയറി പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഐഡിയൽ ഗ്യാസിനെ കുറിച്ചാണ് സംസാരിക്കണേന്ന്. അതിൽ നിന്നൊരു മാറ്റമാണ് റിയൽ ഗ്യാസ് കാഴ്ചവെച്ചത്. എന്താണ്? എഴുതു. ഒന്നാമത്തെ റീസൺ ഫോർ ഡീവിയേഷൻ ഓഫ് റിയൽ ഗ്യാസ് ഫ്രം ഐഡിയൽ ബിഹേവിയറിൽ ഫസ്റ്റ് റീസൺ എഴുതി വെച്ചോളൂ. വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ആർ, എഴുതു മക്കളെ, വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ആർ not much negligible. എഴുതൂ. വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ആർ നോട്ട് മച്ച് നെഗ്ലിജിബിൾ. ഒഴിവാക്കാൻ മാത്രം ചെറുതാണ് എന്നങ്ങോട്ട് പറഞ്ഞ് തള്ളിക്കളയല്ലേ, കുറച്ചൊക്കെ ഉണ്ട് എന്ന്. വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ആർ നോട്ട് മച്ച് നെഗ്ലിജിബിൾ. ഓക്കെ. രണ്ടാമത്തത് എന്തായിരുന്നു കൈനറ്റിക് തിയറിയിലെ നമ്മുടെ രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്? ദർ ഈസ് നോ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ് എന്നല്ലേ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പറയാം. അതായത് റിയൽ ഗ്യാസിൽ അങ്ങനെ ഒരു ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഇല്ല എന്നങ്ങോട്ട് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഇതൊരു ഗ്യാസ് മോളിക്യൂളാണ്, ഇതൊരു ഗ്യാസ് മോളിക്യൂളാണ്. ഇപ്പം രണ്ടാളുകൾ തമ്മിൽ ഒരു ബന്ധം ഇല്ലാന്ന് നമ്മൾ പറയണത് നമ്മൾ നോക്കിയിട്ടല്ലേ. പക്ഷെ നമ്മളറിയാതെ അവർ തമ്മിൽ ഒരു ബന്ധം ഉണ്ടെങ്കിലോ, ഈ ഗ്യാസും തമ്മിൽ ചെറിയൊരു അട്രാക്ഷൻ, ഒരുപാട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, ഇല്ലേന്ന് ചോദിച്ചാൽ ഉണ്ട്. ആ ഒരു രൂപത്തിലുള്ള ഒരു ചെറിയ എമൗണ്ടിലുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ്, ഒരു അട്രാക്ഷൻ അവർ തമ്മിലുണ്ട്. ആ അട്രാക്ഷനും കൂടി പരിഗണിച്ചാലേ റിയൽ ഗ്യാസിന്റെ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. പറ്റങ്ങോട്ട് തീരെ ഇല്ല, IMF 0 ആണ്, ഇന്റർമോളിക്കുലർ ഫോഴ്സ് 0 ആണ് എന്ന് പറഞ്ഞ് തള്ളി ഒഴിവാക്കാൻ മാത്രം ചെറുതല്ല. IMFന് ചെറിയൊരു വാല്യൂ ഉണ്ട്. മനസ്സിലായല്ലോ? ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഇല്ല എന്നാണ് നമ്മൾ കൈനറ്റിക് തിയറിയിൽ പഠിച്ചത്. അങ്ങനെ അങ്ങോട്ട് ഒഴിവാക്കല്ലേ, കുറച്ചൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് റിയൽ ഗ്യാസ് എന്ത് ചെയ്തത്? ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് മാറി നിന്നത് എന്നാണല്ലോ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കണേ. അപ്പൊ എന്താണ് രണ്ടാമത്തെ എഴുതുക? ദർ ഈസ് എ സ്മോൾ ഇന്റർമോളിക്കുലർ ഫോഴ്സ്. ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട് എന്ന് പറയാൻ മാത്രം ചെറുത്. ഓക്കെ. ദർ ഈസ് എ സ്മോൾ ഇന്റർമോളിക്കുലർ ഫോഴ്സ്. ഒരു സ്പാർക്ക് നമ്മൾ പറയില്ലേ, ഒരു സ്പാർക്ക്, അത്രേ ഉള്ളൂ. ദർ ഈസ് എ സ്മോൾ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ്. There is a small intermolecular force between gas molecules. There is a small intermolecular force between gas molecules. Gas molecules ഇടക്ക് ചെറിയ ഒരു ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഉണ്ട്. പഠിച്ചല്ലോ. ഇതാണ് രണ്ട് റീസൺ.
ഇതാണ് 2 റീസൺ. ഇനി നമ്മളിവിടെ എഴുതിക്കോളൂ കറക്ഷൻസ്. എഴുതൂ കറക്ഷൻസ്. അതായത് നമ്മളൊരു ഇക്വേഷൻ എഴുതിയായിരുന്നല്ലോ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ആ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ ചെറിയ ചെറിയ കറക്ഷൻസ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേ ഇക്വേഷന് തന്നെ റിയൽ ഗ്യാസിന് കൂടി അപ്ലിക്കബിൾ ആവും. ചെറിയൊരു 2 കറക്ഷൻസ് നടത്തിയാൽ മതി. അതിൽ ഒന്നാമത്തെ കറക്ഷൻ ഫോർ പ്രഷർ. കേട്ടോളണേ, ഫോർ പ്രഷർ. ആ പ്രഷർ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, അതിൻ്റെ കൂടെ ചെറിയൊരു കറക്ഷൻ നടത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് ആ വാല്യൂ അതിലേക്ക് കൊടുക്കാൻ പറ്റും. അതെത്രയാണ്? ഫോർ പ്രഷറിനുള്ള കറക്ഷൻ എന്ന് പറയുന്നത് +AN²/V² എന്നതാണ്. എഴുതി വെച്ചോ, +AN²/V². അപ്പോൾ നിങ്ങൾ ഈ അളക്കുന്ന പ്രഷർ നേരിട്ടാണ് കൊടുക്കുന്നതിന് പകരം, നേരിട്ടാണ് കൊടുത്തപ്പോൾ നേരത്തെ ശരിയായില്ല എന്നല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞേ. റിയൽ ഗ്യാസിന് ഈ സംഭവം ചെയ്തു നോക്കിയപ്പോൾ റെഡി ആയില്ല. അതിൻ്റെ കാരണം എന്താ? ഒരു ചെറിയ കറക്ഷൻ ടേമിൻ്റെ കുറവുണ്ട് അവിടെ. അപ്പോൾ പ്രഷറ് നിങ്ങൾക്ക് പ്രഷർ അളന്നു ഓക്കെയാണ്. പക്ഷെ ആ നേരിട്ടാണ് കൊടുക്കുന്നതിന് മുമ്പ് ആ പ്രഷറിൻ്റെ കൂടെ പ്ലസ് കൂട്ടണം. എന്ത്? AN²/V² കൂടി ഒന്ന് ചെയ്ത് നോക്കിയാൽ ഇപ്പോൾ കറക്റ്റ് ആയിരിക്കും. ഇനി ആ വാല്യൂ നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിലേക്ക് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കറക്ഷൻ ടേം ഫോർ പ്രഷർ എന്നാണ് അറിയപ്പെടുക. എന്താണ് കറക്ഷൻ ടേം ഫോർ പ്രഷർ? ചിലപ്പോൾ ഒറ്റ വാക്കിൽ അങ്ങനെ ചോദിക്കാം. ആരാണ് പ്രഷറിനുള്ള കറക്ഷൻ ടേം? എഴുതി വെച്ചോ, ആരാണ്? +AN²/V². അതുപോലെ രണ്ടാമതൊരു കറക്ഷൻ വരുന്നത് ഫോർ വോളിയം ആണ്. വോളിയം അതായത് PV എന്നല്ല എഴുതിയ ആ രണ്ടാളുകൾക്ക് വോളിയത്തിനൊരു കറക്ഷൻ എന്ന് പറയുന്നത് -NB ആണ് മക്കളെ. എന്താണ്? -NB. അപ്പോൾ നിങ്ങൾ വോളിയം, ഒരു കണ്ടെയ്നറിന്റെ വോളിയം അളന്നു കഴിഞ്ഞാൽ ആ വോളിയം ഡയറക്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നതിന് പകരം ആ വോളിയത്തിൽ നിന്ന് NB മൈനസ് ചെയ്യണം. എന്താ NB? ദൈവത്തിനറിയാം. അങ്ങനല്ല, നിങ്ങളതൊന്നും പഠിക്കണ്ടെന്നാണ്. അതിൽ എയും ബിയും അല്ലേ നിങ്ങൾക്ക് അറിയാത്തതുള്ളൂ. അത് ഞാൻ പറഞ്ഞുതരാം. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളാണെന്നും V എന്ന് പറഞ്ഞാൽ വോളിയാണെന്നും ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. എയും ബിയും അല്ലേ അറിയാത്തുള്ളൂ. അത് ഞാൻ പറഞ്ഞുതരാം, ഒന്നടങ്ങ്. അപ്പോൾ വോളിയം ഡയറക്റ്റ് ആയിട്ട് കൊടുക്കരുത്, കാരണം ഇത് റിയൽ ഗ്യാസ് ആണ്. കുറച്ചൊക്കെ ഡീവിയേഷൻസ് ഉള്ളതാണ്. അപ്പോൾ അതിനൊരു കറക്ഷൻ ടേം വേണം. ആ കറക്ഷൻ ടേം ഉണ്ടെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വോളിയത്തിന്റെ കറക്ഷൻ ടേം എന്ന് പറയുന്നത് പറ -NB ആണ്. പ്രഷറിന്റെ കറക്ഷൻ ടേം പറ +AN²/V² ആണ്. A and B are known as van der Waals constant. എഴുതി വെച്ചോ, A and B are known as van der Waals constant. അത് ഓരോ ഗ്യാസിന് ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ ഗ്യാസിനും വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ പിന്നെ നമുക്കത് പഠിക്കേണ്ട, അതൊന്നും നമ്മുടെ അണ്ടറിൽ വരുന്നതല്ല. അതൊക്കെ നിങ്ങൾ ഹയർ സ്റ്റഡീസിൽ നോക്കിയാൽ മതി. എയും ബിയും ആരാന്ന് മാത്രം അറിഞ്ഞു വെക്കും. ഓക്കെ, അപ്പോൾ പ്രഷറിനൊരു കറക്ഷൻ ടേം പഠിച്ചു, വോളിയത്തിനൊരു കറക്ഷൻ ടേം പഠിച്ചു. ദെർഫോർ കറക്റ്റഡ് ഇക്വേഷൻ എഴുതിക്കോ, കറക്റ്റഡ് ഇക്വേഷൻ PV = nRT എന്നതിന് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് എഴുതാണ്. P എന്നങ്ങോട്ട് എഴുതിയാൽ പോരാ, അതിൻ്റെ കൂടെ അതിൻ്റെ കറക്ഷൻ ടേം കൂടി ആഡ് ചെയ്യണം. അപ്പോൾ എന്താ? +AN²/V². കണ്ട, P എന്ന് മാത്രം പോരാ മക്കളെ, എന്തുകൂടി വേണം? അതിൻ്റെ കറക്ഷൻ ടേം കൂടി P +AN²/V² എന്ന് ആക്കണം. P എന്ന് മാത്രം എടുത്തോണ്ടാ ശരിയാവാഞ്ഞെന്ന്, ഇനി ശരിയായിക്കോളും. അതുപോലെ P കഴിഞ്ഞു, അടുത്ത ആളാരാ? V ആണല്ലോ. അപ്പോൾ അടുത്തത് ഞാൻ എഴുതുകയാണ് V, അതിൻ്റെ കൂടെ അതിൻ്റെ കറക്ഷൻ ടേം വേണം. അതിൻ്റെ കറക്ഷൻ ടേം എന്താടാ? -NB. ഇപ്പം എന്തായി? ഈക്വലായി, കറക്റ്റായി. നേരത്തെ അത് ശരിയായില്ലല്ലോ. എന്തേ? ഇതൊന്നും ചെയ്യാത്തോണ്ടായിരുന്നു. അപ്പോൾ ഈ P ഏതാ? അവിടെ ഉള്ള V യാ. ഈ V ഏതാ? അവിടെ ഉള്ള V യാ. പിന്നെ ഇതെന്താ? ഇത് കറക്ഷൻ ടേം ഫോർ പ്രഷറാണ്, ഇത് കറക്ഷൻ ടേം ഫോർ വോളിയമാണ്. അപ്പോൾ P +AN²/V² ഇൻറ്റു V - NB എന്നായി ലെഫ്റ്റ് സൈഡിൽ. ദാറ്റ് വിൽ ബി ഈക്വൽ ടു nRT. അവിടെ ഒരു ചേഞ്ചും ഇല്ല, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു ചേഞ്ചും ഇല്ലല്ലോ. ദിസ് ഈസ് ദി കറക്റ്റഡ് ഇക്വേഷൻ ഫോർ റിയൽ ഗ്യാസസ്. ഇതിന് ഐഡിയൽ ഗ്യാസ് എന്ന് പറയരുത്. ഇതെന്താണ്? കറക്റ്റഡ് ഇക്വേഷൻ ഫോർ റിയൽ ഗ്യാസസ് ആണ്. ബോർഡിലുണ്ട്, എഴുതി വെച്ച മക്കളെ. ബോർഡ് മായ്ച്ചിട്ട് ഇനി ഞാൻ ഇത് ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തേക്ക് കിടക്കുകയാണ്. P +AN²/V² ഇൻറ്റു V - NB = nRT. ഓക്കെ ആയില്ലേ? അവസാനമായിട്ട് നമ്മൾ ഇതിൽ ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് എഴുതുകയാണ്. എഴുതിക്കോളൂ, ഡിഫറൻസസ് ബിറ്റ്വീൻ ഐഡിയൽ ആൻഡ് റിയൽ ഗ്യാസസ്. ഐഡിയൽ ഗ്യാസും റിയൽ ഗ്യാസും തമ്മിൽ കുറേ ഡിഫറൻസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു. അതൊക്കെ ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് ഒരു കോളാക്കി വെക്കുന്നു, പരിപാടി നിർത്തുന്നു. എഴുതി വെച്ചോ, ഡിഫറൻസസ് ബിറ്റ്വീൻ ഐഡിയൽ ആൻഡ് റിയൽ ഗ്യാസസ്. ഫസ്റ്റ് കോളം ഐഡിയൽ ഗ്യാസ്, സെക്കൻഡ് കോളം റിയൽ ഗ്യാസ്. ഒരു 5 പോയിന്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരു 5 പോയിന്റ്. 5 പോയിന്റ് പഠിക്കുന്നു, നിർത്തുന്നു. 5 പോയിന്റ് സിമ്പിളാണ്. ഐഡിയൽ ഗ്യാസും റിയൽ ഗ്യാസും തമ്മിലുള്ള ഡിഫറൻസ്. ഒന്നാമത്തെ പോയിന്റ്, ഐഡിയൽ ഗ്യാസിൽ എഴുതിക്കോളൂ, ഇറ്റ് ഒബേസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ.
ഇറ്റ് ഒബേസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്നവരാണ് ഐഡിയൽ ഗ്യാസസ്. സ്പീഡ് എഴുതിക്കോ. ഇറ്റ് ഒബേസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഉറപ്പല്ലേ? റിയൽ ഗ്യാസിൽ എന്ത് എഴുതണം? ഇറ്റ് ഡസ് നോട്ട് ഒബേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അവർ ഒബേ ചെയ്യുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് ഒബേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, എന്താണ് ഇവരുടെ ഇക്വേഷൻ എഴുതി വെക്കുക. ഇക്വേഷൻ PV = nRT എന്നതാണ് ഇവിടുത്തെ ഇക്വേഷൻ. ഇവിടുത്തെ ഇക്വേഷൻ എന്തായിരുന്നു? നമ്മളിപ്പോൾ പഠിച്ച കറക്റ്റഡ് ടേം P + AN² × പറ V - NB = പറ nRT. ഇതാണ് കറക്റ്റഡ് ഇക്വേഷൻ. ശരിയാണ്? അപ്പോൾ PV = nRT, അപ്പുറത്ത് അതിൻ്റെ ഇക്വേഷൻ. മൂന്നാമത്തെ ഒരു ഡിഫറൻസ് നമുക്ക് ഇവരുടെ റീസൺ പറഞ്ഞ സമയത്തുള്ള അതേ കാര്യങ്ങൾ പറയാം. ഇവിടെ എഴുതിക്കോളൂ. വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ആർ നെഗ്ലിജിബിൾ. ഇല്ലേ, കൈനറ്റിക് തിയറിയിൽ നമ്മൾ അങ്ങനെയല്ലേ പറഞ്ഞേ? വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ആർ നെഗ്ലിജിബിൾ. വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ആർ നെഗ്ലിജിബിൾ. ഇവിടെ എന്ത് എഴുതണം? വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ആർ നോട്ട് മച്ച് നെഗ്ലിജിബിൾ. അതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ആർ നോട്ട് മച്ച് നെഗ്ലിജിബിൾ. ഫോർത്ത് പോയിന്റ് എഴുതിക്കോ മക്കളെ. ഫോർത്ത് പോയിന്റ് ആക്കിയിട്ട് എഴുതിക്കോളൂ. എന്താണെന്നറിയോ? ഫോർത്ത് പോയിന്റ് ഇതാണ്. നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? രണ്ടാമത്തെ ഒരു റീസൺ പറഞ്ഞ ഇന്റർമോളിക്കുലർ ഫോഴ്സിന്റെ കാര്യമാണ് അല്ലേ? അപ്പോൾ ഇവിടെ എഴുതിക്കോ. ഇന്റർമോളിക്കുലർ ഫോഴ്സ് ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ് ഈസ് 0. ഇന്റർമോളിക്കുലർ ഫോഴ്സ് IMF എന്ന് എഴുതിയാൽ മതി. ഇന്റർമോളിക്കുലർ ഫോഴ്സ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. ഇന്റർമോളിക്കുലർ ഫോഴ്സ് ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ്, രണ്ട് ഗ്യാസ് മോളിക്യൂൾസിനിടയ്ക്കുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് 0 ആണ്. എവിടെ? ഐഡിയൽ ഗ്യാസിൽ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഈസ് നോട്ട് ഈക്വൽ ടു 0. അതല്ലേ നമ്മൾ പറഞ്ഞേ? ദർ ഈസ് എ സ്മോൾ ഇന്റർമോളിക്കുലർ ഫോഴ്സ് എന്നല്ലേ പറഞ്ഞേ? നോട്ട് ഈക്വൽ ടു 0. സ്മോൾ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഉണ്ട്, എന്തല്ല? 0 അല്ല. ആൻഡ് ദി ലാസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഐഡിയൽ ആൻഡ് റിയൽ ഗ്യാസ് ഇക്വേഷൻ. റിയൽ ഗ്യാസസ് ആർ ദേ കേട്ടോളണേ. ഐഡിയൽ ഗ്യാസിന് കംപ്രസിബിലിറ്റി ഫാക്ടർ എഴുതൂ. കംപ്രസിബിലിറ്റി ഫാക്ടർ എഴുതൂ. കംപ്രസിബിലിറ്റി ഫാക്ടർ ബ്രാക്കറ്റിൽ Z ഈസ് ഈക്വൽ ടു 1. കംപ്രസിബിലിറ്റി ഫാക്ടർ Z ഈസ് ഈക്വൽ ടു 1. റിയൽ ഗ്യാസിൽ എഴുതുക കംപ്രസിബിലിറ്റി ഫാക്ടർ Z ഈസ് നോട്ട് ഈക്വൽ ടു 1. കംപ്രസിബിലിറ്റി ഫാക്ടർ Z 1 അല്ല എവിടെ? റിയൽ ഗ്യാസിൽ. ഇത്രയും 5 ഡിഫറൻസ് ആണ് ഐഡിയൽ ആൻഡ് റിയൽ ഗ്യാസുകൾ തമ്മിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത്. പഠിച്ചോ? ഐഡിയൽ ആൻഡ് റിയൽ ഗ്യാസുകൾ തമ്മിൽ നിങ്ങൾ പഠിക്കേണ്ടത്. പിന്നെ ഒരു ഗ്രാഫിക്കൽ ഡിഫറൻസും കൂടി അതിൻ്റെ കൂടെ ഒന്ന് കാണിച്ചു വെച്ചാൽ സംഭവം ശരിയായി. അതായത് ഇവിടെ PV എന്ന് എടുക്കുക, ഇവിടെ P എന്ന് എടുക്കുക. എക്സ് ആക്സിസിൽ PV എന്ന് എടുക്കുക, എക്സ് ആക്സിസിൽ P എന്ന് എടുക്കുക, Y ആക്സിസിൽ P എന്ന് എടുക്കുക. ഐഡിയൽ ഗ്യാസും റിയൽ ഗ്യാസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് കൂടി പറഞ്ഞുതരാം. അപ്പോൾ കേട്ടോളണേ. ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ ഇതിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആണ് കിട്ടുക. ഈ യെല്ലോ കളർ കൊണ്ട് ഞാൻ വരച്ചത് ആരാണ്? ഐഡിയൽ ഗ്യാസ് ആണ്. പക്ഷെ റിയൽ ഗ്യാസ് ആണെങ്കിൽ ഇങ്ങനെ അല്ലാത്ത എല്ലാ വരകളും ചിലപ്പോൾ ഇങ്ങനെ ആവാം, ചിലപ്പോൾ ഇങ്ങനെ താഴത്തേക്ക് വന്നിട്ട് ഇങ്ങനെ ആവാം. ഇങ്ങനെ വരയ്ക്കുന്ന എല്ലാ വരകളും എന്താണ്? പറ, റിയൽ ഗ്യാസുകളാണ്. അപ്പോൾ നിങ്ങളോട് ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഭംഗിയായിട്ട് വരച്ചു വെക്കുക. അതിൻ്റെ കൂടെ ഈ ഗ്രാഫും കൂടി വരച്ചു വെച്ചാൽ മാർക്കായി. മനസ്സിലായോ? ആക്സിസ് മാറരുത്. ഇവിടെ P, ഇവിടെ PV, ഇവിടെ P, ഇവിടെ PV. ഐഡിയൽ ഗ്യാസിന് സ്ട്രെയിറ്റ് ലൈൻ ആണ് പാരലൽ ടു എക്സ് ആക്സിസ്. റിയൽ ഗ്യാസിന് സ്ട്രെയിറ്റ് ലൈൻ അല്ലാത്ത എന്തുമാവാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് അറിയാനുള്ള മറ്റൊരു കാര്യം ഈ കംപ്രസിബിലിറ്റി ഫാക്ടർ എന്താണെന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാർ ഇട്ടിട്ട് അവിടെ എഴുതി വെച്ചോ. എന്താണ് കംപ്രസിബിലിറ്റി ഫാക്ടർ? സ്റ്റാർ ഇട്ടിട്ട് എഴുതി വെച്ചോ. ഹെഡിങ് ആയിട്ട്, ചെറിയൊരു ഹെഡിങ് ആയിട്ട് എഴുതിക്കോ. കംപ്രസിബിലിറ്റി ഫാക്ടർ ബ്രാക്കറ്റിൽ Z. അതിൻ്റെ ഒരു ഇക്വേഷനെ പഠിക്കാനുള്ളൂ. Z ഈസ് ഈക്വൽ ടു PV ബൈ nRT. ആഹാ, സിമ്പിളാണടാ. നമ്മളെന്താ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പഠിച്ചേ? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താ പഠിച്ചേ? PV ഈസ് ഈക്വൽ ടു nRT എന്നാണല്ലോ. ആ ഈക്വൽ ടു മാറ്റിയിട്ട് ബൈ ആക്കുക. അപ്പോൾ PV ബൈ nRT. അത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണ് കംപ്രസിബിലിറ്റി ഫാക്ടർ. അത് ഐഡിയൽ ഗ്യാസിന് 1 ആയിരിക്കുമല്ലോ. കാരണം എന്താ? ഐഡിയൽ ഗ്യാസിൻ്റെ ഇക്വേഷൻ തന്നെ PV ഈസ് ഈക്വൽ ടു nRT എന്നാണ്. അതായത് PVയുടെ വാല്യൂവും nRTയുടെ വാല്യൂവും ഈക്വൽ ആണ്. അപ്പം മുകളിലുള്ള PVയുടെ വാല്യൂവും താഴെയുള്ള nRTയുടെ വാല്യൂ ഈക്വൽ ആയാൽ അത് കട്ട് ചെയ്തിട്ട് ആൻസർ 1 എന്ന് വരുമല്ലോ. എവിടെ? ഐഡിയൽ ഗ്യാസിന്. അതുകൊണ്ടാണ് കംപ്രസിബിലിറ്റി ഫാക്ടർ Z ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞത്. പക്ഷെ റിയൽ ഗ്യാസിന് PV ഈസ് ഈക്വൽ ടു nRT എന്നുള്ള ഇക്വേഷൻ അപ്ലിക്കബിൾ അല്ല. PVയുടെ കൂടെ നമ്മൾ എന്തെങ്കിലും കറക്ഷൻ ടേം ആഡ് ചെയ്യണം, എന്നാലേ അപ്ലിക്കബിൾ ആവുള്ളൂ. അതുകൊണ്ട് PVയുടെ വാല്യൂ അല്ല nRTക്ക് വരിക. അതുകൊണ്ട് മുകളിലും താഴെയുള്ള വാല്യൂവിൽ ഡിഫറൻസ് ഉണ്ടാകും. അതുകൊണ്ട് നോട്ട് ഈക്വൽ ടു 1 വരും. സിമ്പിൾ കൺസെപ്റ്റ്. അവസാനമായിട്ട് ഈ ചാപ്റ്ററിൻ്റെ അവസാനം, പര്യവസാനം എഴുതി വെച്ചോണ്ടാ.
ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കോളൂ. അറ്റ് വാട്ട് കണ്ടീഷൻ എ റിയൽ ഗ്യാസ് ബിഹേവ്സ് ലൈക്ക് ആൻ ഐഡിയൽ ഗ്യാസ്? ഏത് കണ്ടീഷനിലാണ് റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസിനെ പോലെ പെരുമാറുക? അറ്റ് വാട്ട് കണ്ടീഷൻ എ റിയൽ ഗ്യാസ് ബിഹേവ്സ് ലൈക്ക് ആൻ ഐഡിയൽ ഗ്യാസ്? ഏത് കണ്ടീഷനിൽ റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസിനെ പോലെ ബിഹേവ് ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ. അത് കാണാറുണ്ട്. ആൻസർ എഴുതിക്കോളൂ. അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലോ പ്രഷർ. ആൻസർ എന്ന് പറഞ്ഞിട്ട് എഴുതിക്കോ. അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലോ പ്രഷർ. അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലോ പ്രഷർ. അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലോ പ്രഷർ. ഇത് കൺഫ്യൂഷൻ ആയി പോകും ചില കുട്ടികൾക്ക്. ഹൈ ടെമ്പറേച്ചർ ലോ പ്രഷർ എന്നുള്ളത് ചിലപ്പോൾ അവിടെ പോയിട്ട് തിരിച്ചു വരും. ലോ ടെമ്പറേച്ചർ ഹൈ പ്രഷർ എന്നൊക്കെ ചിലപ്പോൾ ഓർമ്മ വരിക. അപ്പോൾ അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം. വോളിയം കൂടുക എന്ന് ആലോചിക്കുക. എടാ, വോളിയം കൂടാനുള്ള 2 ഫാക്ടർ ആലോചിക്കുക. ടെമ്പറേച്ചറിൻ്റെ കേസിൽ ചാൾസ് ലോ പ്രകാരം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, വോളിയം കൂടണമെങ്കിൽ നല്ല ടെമ്പറേച്ചർ കൊടുക്കണം. ബോയിൽസ് ലോ പ്രകാരം പ്രഷറിൻ്റെ ടേമിലും നമ്മൾ പറഞ്ഞു, വോളിയം കൂടണമെങ്കിൽ പ്രഷർ കുറയണം. അപ്പോൾ വോളിയം കൂടാനുള്ള 2 കണ്ടീഷൻ എന്താ? ടെമ്പറേച്ചർ കൂട്ടുക, പ്രഷർ കുറക്കുക. പ്രഷർ എന്ന് പറഞ്ഞാൽ അമർത്തലാണ്. ആ അമർത്തലാണ്ട് ഒഴിവാക്കുക, കുറക്കുക. പ്രഷർ കൊടുക്കൽ കുറക്കുക. ടെമ്പറേച്ചർ കൂട്ടുക, ചൂട് കൂട്ടി കൊടുക്കുക. അപ്പം എന്ത് ചെയ്യും? അവർ നന്നായി എക്സ്പാൻഡ് ചെയ്യും. അങ്ങനെ വോളിയം കൂടുക എന്ന് ഓർത്ത് വെക്കുക. വോളിയം കൂടിയാലാണ് റിയൽ ഗ്യാസ് ബിഹേവ്സ് ലൈക്ക് ആൻ ഐഡിയൽ ഗ്യാസ്. അപ്പോൾ അറ്റ് വിച്ച് കണ്ടീഷൻ റിയൽ ഗ്യാസ് ബിഹേവ്സ് ലൈക്ക് ആൻ ഐഡിയൽ ഗ്യാസ്? ആൻസർ എന്താണ്? അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലോ പ്രഷർ. ഇത്രയേ ഉള്ളൂ വോളിയം കൂടുമ്പോൾ. മനസ്സിലായല്ലോ? ഇതോടുകൂടെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഏരിയയും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ചാപ്റ്ററാണ്. ദേ ഇങ്ങനെ എടുത്ത് നേരെ ഇങ്ങനെ പോക്കറ്റിലാക്കാൻ പറ്റിയ ചെറിയൊരു ചാപ്റ്ററാണ്. പഠിക്കുക. ഫോക്കസ് ഏരിയ അല്ലാതെ ആകുമ്പോൾ നമുക്ക് ഇതിൽ ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസസ് എന്നും ലിക്വിഡ് സ്റ്റേറ്റിനെ കുറിച്ചൊക്കെ കുറച്ച് പറയാനുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അറിയോ. +2 കഴിഞ്ഞ് എൻട്രൻസ് എഴുതുമ്പോൾ അതൊക്കെ ആവശ്യം വരും കേട്ടോ. +1 ഇപ്പോൾ തൽക്കാലം അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് A+ കിട്ടാനും ഫുൾ മാർക്ക് കിട്ടാനും ഫോക്കസ് ഏരിയ മതി. നിങ്ങൾക്ക് 120 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കും. ആ 120 മാർക്കിൽ നിന്ന് നിങ്ങൾ 60 മാർക്കിൻ്റേത് എഴുതിയാൽ മതി. 60 മാർക്കിൻ്റെ എഴുതാൻ പറ്റുള്ളൂ എന്നാണ് എല്ലാവരും പറഞ്ഞ് പേടിപ്പിക്കണം. അതിൻ്റെ ആവശ്യം അങ്ങനെ തിരിച്ചു പറ. 60 മാർക്കിൻ്റേത് നിങ്ങൾ എഴുതിയാൽ മതി. ആ 60 മാർക്കിന് എഴുതാനുള്ളത് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ നിന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ ഇതും വൃത്തിയായിട്ട് പഠിക്കുക, നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഒരു പേടിയും പേടിക്കണ്ട. എഴുതാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കുക. ഉള്ളത് വെച്ച് നന്നായി എഴുതുക. ഒരുപാട് വായിച്ചിട്ട് എന്താ ഇത് കൊണ്ടുപോയി എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ നന്നായി എഴുതാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി വെക്കുക. അതിനെ എഴുതി തന്നെ പഠിക്കുക. എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒക്കെ വിളിക്കുക. അതുപോലെ എല്ലാ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ പറയുന്നത് പോലെ നമ്മൾക്ക് +2ൻ്റെ ട്യൂഷൻ ഉണ്ട്. നിങ്ങൾ +2ൻ്റെ ട്യൂഷന് നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്യണം. നല്ല അധ്യാപകർ, എന്നെ മാറ്റി നിർത്ത്, ഫിസിക്സിനും മാത്സിനൊക്കെ നല്ല നല്ല അധ്യാപകരെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരാളെ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾക്കൊരാളുടെ ക്ലാസ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഡയറക്റ്റായിട്ട് എന്നെ വിളിക്കാം. 850 വിദ്യാർത്ഥികൾ +2ലും 600 വിദ്യാർത്ഥികൾ +1ലും 1500 വിദ്യാർത്ഥികൾ എൻട്രൻസിനും കഴിഞ്ഞ വർഷം CM അക്കാഡമിയിൽ പഠിച്ചിട്ടുണ്ട്. ഇവരെല്ലാം അഡ്മിഷൻ എടുത്തത് എന്നെ ഡയറക്റ്റ് വിളിച്ചിട്ടാണ്. ഇവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ വിളിക്കുന്നത് എന്നെയാണ്. ഞാൻ ഓരോ ക്ലാസ്സിന് ഇരിക്കുമ്പോഴും 4-5 മിസ് കോൾ അവിടെ വരുന്നുണ്ട്. 1000-ലധികം വാട്സപ്പ് മെസ്സേജുകൾ ഇപ്പോഴും ഞാൻ തുറക്കാൻ ബാക്കിയുണ്ട്. കുട്ടികളുടെ ഡൗട്ടിന് പ്രിഫറൻസ് കൊടുക്കുന്നത് കൊണ്ട് ഓരോന്ന് തീർത്ത് പോവുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഇന്ന് കിടക്കാൻ ഒരുപാട് സമയം നമ്മൾ ഇതിന് ചിലവാക്കുന്നുണ്ട്. എന്തിനാത് പറഞ്ഞേ? നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള എല്ലാ ഗൈഡ് ലൈൻസ് തരാനും നിങ്ങളെ ഒരു നല്ല വഴിക്ക് നടത്താനും ആയുസ്സുള്ളിടത്തോളം നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ ഏത് മൂലക്കിലും ആവട്ടെ. ചിലർ വിളിച്ചിട്ട് ചോദിക്കും, അല്ല CM അക്കാഡമി എവിടെയാണ്, ഞങ്ങളിത് എങ്ങനെ അവിടെ ഒന്ന് പഠിക്കും? എടാ, ഇത് ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് ക്ലാസ് അങ്ങോട്ട് വരും. അതിനെല്ലാ പ്രൊസീജിയറും ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കേരളത്തിൽ ഇത്രയും ഈ ഒരു മിനിമം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ഭയങ്കര സംഭവമാണെന്നൊന്നും ഞങ്ങൾ പറയണില്ല. ഭയങ്കരമായിട്ട് എന്തോ ഒരു മാജിക് ഇവിടെ ഉണ്ടെന്നൊന്നും ഞങ്ങൾ പറയണില്ല. പക്ഷെ നമുക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. നമ്മുടെ വേവ് ലെങ്ത്തും വിദ്യാർത്ഥികളുടെ വേവ് ലെങ്ത്തും ഏകദേശം ഒരു ലെവലില്ല. ഒരേ വേവ് ലെങ്ത്ത് വരുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് കൂടും എന്നുള്ളത് നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. നോക്കിയാൽ മതി. ഒരേ വേവ് ലെങ്ത്താണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമ്മുടെ ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ആ ഒരു ട്രാൻസ്മിഷൻ ബാക്കിയുള്ളവരെക്കാളും കൂടുതലാണെന്ന് ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്.
അഹങ്കാരം പറയല്ല, ഉള്ളത് പറയാം. അതെങ്ങനെ മനസ്സിലായേ? അത് നമ്മുടെ റിസൾട്ട് കണ്ടിട്ടാണ് നമുക്ക് മനസ്സിലായേ. കഴിഞ്ഞ വർഷത്തെ നമ്മൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ക്ലാസ് എടുക്കാറുണ്ട്. അപ്പോൾ അവിടുത്തെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും എഫേർട്ടിൻ്റെ എഫക്റ്റാണ്. കഴിഞ്ഞ വർഷം കെമിസ്ട്രിക്കും ഫിസിക്സിനും മാത്സിനൊക്കെ ഓരോ അധ്യാപകരെ ക്ലാസ് എടുത്തുള്ളൂ. 850 പേരിൽ 306 പേർക്ക് ഞങ്ങൾക്ക് ഫുൾ A+ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റി. 76 പേർക്ക് ഫുൾ മാർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റി. ഫുൾ മാർക്ക് 650-ൽ 680 ഫുൾ മാർക്ക്. 850 പേരിൽ 792 പേർക്ക് കെമിസ്ട്രിക്ക് A+. അഹങ്കാരമല്ല, അഹങ്കാരം എന്നാണോ നിങ്ങൾ പറയാൻ? നിങ്ങളതിനെന്തെങ്കിലുമൊക്കെ വിളിക്ക്, നമ്മൾ സന്തോഷമാണ് പറയണേ. നിങ്ങളതിനെന്ത് പേരിട്ടാലും എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ മറ്റു സെൻറ്ററുകളിൽ പഠിക്കുന്നവരാകും, അല്ലെങ്കിൽ ഓൾറെഡി അഡ്മിഷൻ എടുത്തവരാകും. ഓക്കെ, നമ്മളടുത്ത് വരുന്നവരിൽ പലരും അങ്ങനെയാണ്, മറ്റു സെൻറ്ററുകളിൽ അഡ്മിഷൻ എടുക്കുന്നവരാണ്. പിന്നെ നിങ്ങൾ ഞങ്ങൾ ഓർക്കും എപ്പോൾ? എക്സാമിൻ്റെ സമയമാകുമ്പോൾ, +2ൻ്റെ എക്സാമിൻ്റെ സമയമാകുമ്പോൾ. ഇതിപ്പോൾ ഞങ്ങളുടെ ഒരു തുടക്കമായതുകൊണ്ടും ഒരുപാട് വിദ്യാർത്ഥികൾ ഞങ്ങളോട് ആവശ്യപ്പെടുന്നതുകൊണ്ടും നിങ്ങൾ +1-ൽ ഇതുവരെ സ്കൂളിൽ പോയിട്ടില്ല, അങ്ങനത്തേതായ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ സഹിച്ചവരാണെന്നുള്ള ഒരു പരിഗണനയും കൊണ്ടുമാണ് ഞങ്ങളുടെ ക്ലാസ്സുകൾ സൗജന്യമായിട്ട് നിങ്ങൾക്ക് തരണേ. ഇങ്ങനൊരു സംഭവം +2-ൽ ഉണ്ടാവുന്നൊന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഞങ്ങളെല്ലാ അധ്യാപകരും എൻട്രൻസുമായി ബന്ധപ്പെട്ടവരാണ്. ഞാനൊരു മെഡിക്കൽ സ്റ്റുഡൻ്റാണ്. ബാക്കിയുള്ള അധ്യാപകരെല്ലാം കുറേ പേര് PG കഴിഞ്ഞവരാണ്, കുറേ പേര് BTech കഴിഞ്ഞവരാണ്. എൻട്രൻസുമായിട്ട് കൃത്യമായി ബന്ധമുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എൻട്രൻസ് ആണോ ആവശ്യം, അതിന് വേണ്ട ഗൈഡ് ലൈൻസ് തരാനും, ഇന്ന് എൻട്രൻസ് വേണ്ട, ഞങ്ങൾക്ക് ഹയർ സെക്കൻഡറി എക്സാമാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, അതിന് വേണ്ട ഗൈഡ് ലൈൻസ് തരാനും, രണ്ടും രണ്ടായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിക്കും. ധൈര്യമായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ഡയലോഗിലേക്ക് തിരിച്ചു വരുന്നു. ഒരു മിനിമം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന സെൻറ്ററുകളിൽ ഇത്രയും കുറവ് ഫീസ് വാങ്ങുന്ന മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ ഉണ്ടാവില്ല. CM അക്കാഡമിയുടെ ഫീസിൻ്റെ ഒരു പ്രത്യേകത കുട്ടികൾ കൂടും തോറും ഫീസ് കുറയും എന്നുള്ളതാണ്. കുട്ടികൾ അങ്ങനെ കൂടുന്നതനുസരിച്ച് ഫീസ് കുറഞ്ഞ് അങ്ങനെ വരും. മനസ്സിലായല്ലോ? അപ്പോൾ അതിലൊന്നും ആരും ടെൻഷൻ അടിക്കണ്ട. എന്താവശ്യത്തിനും നിങ്ങൾക്ക് വിളിക്കാം. ധൈര്യമായിട്ട് നിങ്ങളുടെ +1 എക്സാം കഴിഞ്ഞ ഉടനെ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.